ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജെബിയ ഗാർഡനിലേക്ക് സ്വാഗതം. ഒരു പുതിയൊരു പ്ലാന്റ്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ കുറച്ച് 3 പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. വെറൈറ്റിയാണ്. എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അറിയായിരുന്നു, മറന്നുപോയി. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ്. ഇത് നല്ല ഒരു റെഡ് കളറാണ്. ഇത് നല്ല ഭംഗിയായിട്ട്, ഇതൊരു വേറൊരു കളർ, എന്തോ കളറായിട്ടൊരു വയലറ്റ് കണക്കുള്ള ഒരു ഇതാണ്. നല്ല ഡാർക്ക്, നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത്. ഇതൊരു ഓറഞ്ച് കളറാണ്. എന്താ ഈ പ്ലാന്റ്സ് കുറച്ച് നാൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന് കിട്ടിയ പ്ലാന്റാണേ. ഓക്കെ, നടന്ന് പല നേഴ്സറിലും തിരക്കുമായിരുന്നു, ഈ പ്ലാന്റ്സ് ഇല്ല. അങ്ങനെ ഒരിടത്തുനിന്ന് കിട്ടിയതാണ് ഇത്. ഈ പ്ലാന്റ്സ് വെയിൽ വേണ്ട ഇതിന്. ഇത് ഷെയ്ഡിലാണ് വയ്ക്കാനുള്ളത്. ഞങ്ങൾ വാങ്ങിച്ച ആ നഴ്സറിക്കാർ വെയിൽ കിട്ടുന്നിടത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലീഫെല്ലാം എന്താ കരിഞ്ഞ് നിൽക്കുന്ന, വെയിലടിച്ചിട്ടാണ് അത് ശ്രദ്ധിക്കാതെ വെച്ചിരുന്നിട്ട്. അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്തോ അറിഞ്ഞുകൂടാ, ലീഫ് അത്രയും പോയി. ഇനി അതെല്ലാം കട്ട് ചെയ്ത് ഇനി ഷെയ്ഡിൽ വെച്ച് കൊടുക്കണം. അപ്പോഴേ നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ്സ് വരുള്ളൂ. ഇതിന് വെള്ളം വല്ലപ്പോഴും കൊടുത്താൽ മതി. വെള്ളം ഇതിൻ്റെ കൂമ്പിൽ, ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കണം. ഈ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല, എപ്പോഴും വെള്ളം വേണം. പിന്നെ ഇതിൽ എപ്പോഴും ഫ്ലവർ കാണില്ല, വല്ലപ്പോഴേ ഇത് ഫ്ലവർ ആവുള്ളൂ. ഈ പ്ലാന്റ്സ് നല്ല ഭംഗിയാണ്. ഇത് ലാസ്റ്റ് ചെയ്യും. നല്ല 2 ആഴ്ചയ്ക്ക് പുറത്ത് നിൽക്കുമെന്നാണ് പറയണത്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇത് ആദ്യമായിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ലാസ്റ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. നല്ല ഭംഗിയായിട്ട് ഒരുപാട് ദിവസം നിൽക്കും. ഇത് ഇങ്ങനെ വിടർന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇതിനും കുറേ ഉണ്ട് വിരിഞ്ഞിങ്ങനെ വരാൻ. നല്ല പ്ലാസ്റ്റിക് കണക്കാണ് ഇതിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇത് വിടർന്ന് ഏതാണ്ട് ആവാറായി. നല്ല ഓറഞ്ച് കളറാണിത്. ഓറഞ്ചും ആ സൈഡിലൊക്കെ വേറെ കളർ, ചെറിയ ഇതായിട്ട് കളറൊക്കെ കയറി വന്ന യെല്ലോയും എല്ലാം ഉണ്ട് ഇതിൽ. ഫ്ലവർ കണ്ട, ഇതാണ് ഫ്ലവർ. എൻ്റെ കുഞ്ഞ് അകത്തുനിന്ന് വരണതാണ്. കണ്ട, ചെറിയ രീതിയിൽ അതാണ് അതിൻ്റെ ഫ്ലവർ. അതിൽ വിടരും അത് ചെറിയ രീതിയിൽ. ഒരു ബ്രൗൺ കളർ കയറി വരുന്നുണ്ട് ഈ സൈഡിലെല്ലാം. ഇതിന് മാത്രമാണ് അങ്ങനെ, ഇതിനൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ വെള്ളം വല്ലപ്പോഴും കൊടുത്താൽ മതി, എന്നും കൊടുക്കണമെന്നില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് അതിൽ കൂടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണം. കെട്ടി നിന്നാൽ ചീഞ്ഞു പോകൂലേ എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിക്കാതിരിക്കരുത്. ചരിച്ച് കളയാനും പാടില്ല ഈ വെള്ളം. ഇത് ഈ ചെടിയുടെ പ്രത്യേകതയാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളം വേണം, വെള്ളം കെട്ടി നിൽക്കണം. എൻ്റെ ഒരു വേറെ 1-2 വെറൈറ്റി ഉണ്ട് ഇതിൽ, ഫ്ലവർ ആവാത്ത ടൈപ്പാണ്. അതിൽ ഇതേപോലെയാണ് വെള്ളം ഇങ്ങനെ എപ്പോഴും നിൽക്കണം. കൊള്ളാമോ കൂട്ടുകാരെ? എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.